ഏഷ്യ കപ്പിനുള്ള പാകിസ്ഥാൻ ടീമിൽ നിന്ന് സൂപ്പർ താരങ്ങളായ ബാബർ അസമും മുഹമ്മദ് റിസ്വാനും പുറത്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഏഷ്യ കപ്പിനുള്ള പാകിസ്ഥാൻ ടീമിനെ പ്രഖ്യാപിച്ചത്. അതിൽ നോട്ടബിൾ ആയിട്ടുള്ള 2 ആബ്സെന്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്ന് ബാബർ അസമും 2 മുഹമ്മദ് റിസ്വാനും. നമുക്കറിയാം അവർ രണ്ടുപേരും പാകിസ്ഥാന്റെ സൂപ്പർ താരങ്ങളാണ്. ഇപ്പോൾ ബാബർ അസമിനെയൊക്കെ പാകിസ്ഥാൻ ആരാധകർ വിരാട് കോഹ്ലിയുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള 2 പേരെയാണ് കോച്ച് മൈക്ക് ഹസൻ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മൈക്ക് ഹസനെ നമുക്കറിയാം ഗ്ലോബൽ T20 ലീഗ്സിലൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോച്ചാണ്. അപ്പോൾ മൈക്ക് ഹസൻ ആയതുകൊണ്ട് തന്നെയാണ്, അതായത് പുറത്ത് നിന്ന് വന്നൊരു കോച്ച് ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരം കടുത്ത തീരുമാനങ്ങൾ എടുത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരു പാകിസ്ഥാൻ കോച്ച് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻകാരനായ കോച്ച് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തീരുമാനം വരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും പ്രസ് കോൺഫറൻസിൽ മൈക്ക് ഹസൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ബാബർ അസമിന്റെ സ്ട്രൈക്ക് റേറ്റ് ഇംപ്രൂവ് ചെയ്യണം, അതുപോലെ തന്നെ സ്പിന്നെതിരെയുള്ള പ്ലേ ഇംപ്രൂവ് ചെയ്യണം. ഇതൊക്കെ കൊണ്ടാണ് ടീമിൽ സ്ഥാനം കിട്ടാതിരുന്നതെന്ന് എന്തായാലും മൈക്ക് ഹസൻ തുറന്നടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബോൾഡായ തീരുമാനങ്ങൾ ഇപ്പോൾ കോച്ച് എടുക്കുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവുമോ എന്ന് നമുക്ക് എന്തായാലും വരും ആഴ്ചകളിൽ കണ്ടു തന്നെ അറിയാം. ഈ ഒരു തീരുമാനത്തെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.